ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാണ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാണ്. 8ാം ക്ലാസ് മുതൽ ഞാൻ ഈ 4 വീലം വണ്ടിയിൽ പച്ചക്കറി കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം അഹങ്കാരം അല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റിയല്ലോ. പേരുണ്ട് കൂടെ. 52 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റി. കാരണം നമ്മളൊരു തൊഴിലിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് 52 പേർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റി. പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ 2022 എൻ്റെ ഒരു വിഷൻ ബോർഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 2024 സ്വന്തമായിട്ടൊരു കമ്പനി സാധാരണ ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കണമെന്ന്. ദൈവം അത് അനുഗ്രഹിക്കുന്നു തന്നെ വിചാരിക്കുന്നു. നമ്മൾ 2016 ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തതാണ്. 2016 സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക, അത് മാത്രമായിരുന്നു നമ്മുടെ ആ ഒരു സമയത്തെ സെഗ്മെൻറ്റ്. തൊടുപുഴയിലായിരുന്നു ഞങ്ങൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ചെറിയ രീതിയിൽ ഒരു വീടിൻ്റെ സൈഡിൽ നിന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞപ്പോൾ 2018 ആയപ്പോൾ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയതിൻ്റെ പേരിൽ നമ്മൾ ഈ പോലീസ് ക്യാൻറ്റീൻ, മിലിറ്ററി ക്യാൻറ്റീൻ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നമുക്കിതിന് എൻട്രി കിട്ടി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു മാസത്തിൽ 3 ലക്ഷം രൂപയുടെയൊക്കെ സെയിലുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ടൊരു 30 ലക്ഷം രൂപ പെർ മന്ത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. 6 വർഷമായിട്ട് നമ്മളവിടെ എല്ലാ വർഷവും നമുക്ക് അപ്രൂവൽ അവർ റിന്യൂവൽ ചെയ്ത് തരുന്നുണ്ട്. ഇതുവരെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് ഒന്നും പെട്ടിട്ടില്ല. അത് 2018 മുതൽ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ 2018 പ്രളയത്തിനെ കുറിച്ചിട്ട് അറിയാമല്ലോ. അപ്പോഴെല്ലാം ഓരോ ട്രാജഡികൾ ഉണ്ടായെങ്കിലും നമുക്കതെല്ലാം ഓവർകം ചെയ്ത് 2020 കൊറോണയുടെ ഒരു പീക്ക് ടൈമിൽ നമ്മൾ ഇനിയും അവിടെ തന്നെ നിന്നാൽ ഇതിനൊരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ബിസിനസ് ഹബ്ബായി എറണാകുളത്തേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യുകയായത്. ഇതിനടുത്ത ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ശരിക്കും എക്സ്പോർട്ടാണ്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിനൊരു ഹൈജീനായിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ കമ്പനി എടുത്തു. ഇതെന്ന് പറയുന്ന ഒരു ISO സർട്ടിഫിക്കേഷൻ കിട്ടാവുന്ന രീതിയിൽ എല്ലാവിധ ഹൈജീൻ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മളിവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു നല്ലൊരു ക്വാളിറ്റി, ഒരു QC, ഒരു R&D ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്കൊരു ഇത് കിട്ടിയിരുന്നു. ഓയിലില്ലാതെ ഈ പ്രൊഡക്റ്റ് നമുക്ക് കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്യാം. ഓയിലില്ലാതെ റോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കാഷ്യൂനട്ട് പൊതുവേ 2 രീതിയിലാണ് റോസ്റ്റ് ചെയ്യാവുന്നത്. ഒന്നുകിൽ ഓയിലിൽ റോസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 70% കസ്റ്റമറും ഓയിൽ റോസ്റ്റഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം ടേസ്റ്റിന് വേണ്ടിയിട്ട്. പക്ഷേ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള 30% അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 മണിക്കൂർ മെഷീനിൽ വെച്ചിട്ടാണ് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പം 3 മണിക്കൂർ മെഷീനിൽ വെക്കുമ്പം ഇതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ ടേസ്റ്റിനൊരു ഡിഫറൻസ് വരുന്നത്. അതാണ് ആളുകൾക്ക് പിടിക്കാതെ വരുന്നത്. അവിടെയാണ് നമ്മളുടെ ഒരു സിഗ്നേച്ചർ പ്രൊഡക്റ്റ് പുറത്തേക്ക് ഇറക്കാൻ പറ്റിയത്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കാഷ്യൂവിലെ ഓയിലിനെ തന്നെ കോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തത്. അതിനകത്ത് ഒരിക്കലും ഇതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഓയിൽ റോസ്റ്റഡ് എന്നുള്ള സെയിം ടേസ്റ്റിൽ ഈ പ്രൊഡക്റ്റ് നമുക്ക് വിളമ്പാൻ കഴിയും. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഒരു മെയിൻ ലുലു ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് ഓയിലുണ്ടെന്ന്. ലാസ്റ്റ് ഞാൻ ലാബ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവർ എന്നെ ആക്സെപ്റ്റ് ചെയ്തത്. നമ്മൾ ലുലുവിൽ സപ്ലയേഴ്സാണ്, വെണ്ടർ ലിസ്റ്റിലുണ്ട്. ഇങ്ങനെ ഞങ്ങൾ 2020 മുതൽ, അപ്പോൾ 21 മുതലാണ് ശരിക്കും, 20ൻ്റെ ആ കൊറോണയുടെ ടൈം കഴിഞ്ഞ് 21 മുതലാണ് നമ്മൾ ഈ ബിസിനസ് ശരിക്കും മാർക്കറ്റിലേക്ക് ഇറങ്ങി വരുന്നത്. അന്ന് നമുക്ക് D9 എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിരുന്നു ഉണ്ടായിരുന്നത്. ഈ D9 എന്നുള്ള ഒരു ബ്രാൻഡ് 2017 മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അതൊരു പ്രീമിയം സെഗ്മെൻറ്റാണ്. ആ പ്രീമിയം സെഗ്മെൻറ്റിലാണ് നമ്മളിത് പ്ലേസ് ചെയ്തേക്കുന്നത്. ആ രീതിയിൽ ബിസിനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രീമിയമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് പ്രീമിയം കസ്റ്റമറാണ് ഇത് പിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അവർക്കും ഇതിനകത്തൊരു മാന്യമായ പ്രോഫിറ്റ് ഇല്ലാതെ അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പം എൻ്റെ കസ്റ്റമറിലേക്ക് വരുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് എപ്പോഴും ഒരു കിലോ കാഷ്യൂനട്ട് എന്ന് പറയുന്നത് 1600-1700 റേഞ്ചിലുണ്ടാവും MRP. ഇതേ സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റുകാരും ബേക്കേഴ്സും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൂസായിട്ട് പ്രൊഡക്റ്റ് ചെയ്തിട്ട് അവരൊരു 1200 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കസ്റ്റമർ നോക്കുമ്പോൾ
ഈ ബ്രാൻഡഡും ഇതും തമ്മിൽ ഇങ്ങനെ ഒരു ഡിഫറൻസ് കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു കോമൺ കോമ്പറ്റേറ്റർ എപ്പോഴും ഈ ലൂസായിട്ട് മാറി. വളരെ നമുക്ക് സെയിൽ കുറഞ്ഞു, നമുക്കല്ല എല്ലാ ബ്രാൻഡുകൾക്കും സെയിൽ കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലൂസുമായിട്ട് കോമ്പറ്റ് ചെയ്യാവുന്ന ഒരു റേറ്റിലാണ് ഞങ്ങളിപ്പോൾ രണ്ടാമതിപ്പം ഈ 2023 ഏപ്രിലിൽ ഞങ്ങളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു ബ്രാൻഡായിട്ട് നെറ്റ്സോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ നെറ്റ്സോയിൽ ഞങ്ങൾ ഇറക്കുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ സാക്ഷേ പാക്കറ്റാണ്. സാക്ഷേ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപയ്ക്ക് പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ആക്കുക, 20 രൂപയ്ക്ക് കസ്റ്റമർക്ക് എടുക്കാൻ പറ്റുക. കാരണം ഒരു സമയത്ത് കഴിക്കാവുന്ന ഒരു 10 ക്യാഷ് യൂണിറ്റ്, ആ 10 ക്യാഷ് യൂണിറ്റ് ഉണ്ടാവും അതിനകത്ത് 20 രൂപയ്ക്ക്. ഇത്രയും ക്വാളിറ്റി പ്രൊഡക്റ്റ് 20 രൂപയ്ക്ക് എന്ന് പറയുമ്പം ഏതൊരു സാധാരണക്കാരനും അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു 14 തരം ഫ്ലേവർ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഓരോ ഫ്ലേവറും 17-18 ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു റേഷ്യോയിൽ ഞങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് നാച്ചുറൽ ഫ്ലേവറാണ്. നമ്മുടെ ഒരു സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ഡീലർ ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്കാണല്ലോ. അതിപ്പോൾ ഏകദേശം കേരളത്തിൽ 50,000-ഓളം ഡീലറടുത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഇരിപ്പുണ്ട്. അതുപോലെ അതിനനുസരിച്ചുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. നമുക്കൊരു പ്രീമിയം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ പ്ലേസ് ചെയ്യാവുന്ന 25,000 കൗണ്ടറേ ഉള്ളൂ. അതായത് ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, എ ക്ലാസ്. അതേസമയം നമ്മുടെ പ്രൊഡക്റ്റ് ABC 3 ക്ലാസ്സിലും പ്ലേസ് ചെയ്യാം. 2,10,000 കൗണ്ടറുണ്ട്. ഈ കൗണ്ടർ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് വെച്ചാൽ ലെയ്സ് നിലവിൽ കേരളത്തിൽ 2,10,000 കൗണ്ടറിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ലെയ്സ് ഇരിക്കുന്ന ഏത് കൗണ്ടറിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യാം. നമുക്ക് കുട്ടികൾക്ക് നമ്മുടെ തലമുറയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് ഈ ബിസിനസ്സിനെ വളർത്തണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഒരു ബ്രാൻഡ് ക്രിയേഷൻ വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയും ഒരു ഡ്രീം എനിക്ക് ഇതിനകത്തുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അത്രയും ഒരു ലോങ് ലൈഫ് എൻ്റെ ഒരു ഇത് മാത്രമല്ല, എൻ്റെ കുട്ടികൾക്ക് പോലും ഇത് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു 50 വർഷത്തിനപ്പുറത്തേക്കും ഇത് കൊണ്ടുപോകാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ തന്നെ ഇതിനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ ഒരു സാമ്പാർ പൊടിയൊക്കെ ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് വേണ്ട ടേസ്റ്റ് അല്ല പാലക്കാടുകാർക്ക് വേണ്ടത്, പാലക്കാടുകാർക്ക് വേണ്ട ടേസ്റ്റ് അല്ല കോഴിക്കോടുകാർക്ക് വേണ്ടത്. അപ്പോൾ ഓരോ ടെറിട്ടറിക്കും ഓരോ ടേസ്റ്റാണ്. പക്ഷെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഒരേ ടേസ്റ്റാണ്. കാരണം ഇന്നിപ്പോൾ നമ്മൾ യൂറോപ്പിലേക്ക് കയറ്റി വിടുന്നുണ്ട്, GCCയിലേക്ക് കയറ്റി വിടുന്നുണ്ട്. ഇവിടെയെല്ലാം ഒരൊറ്റ പ്രൊഡക്റ്റ് മതി, വേറെ ഒരു ടേസ്റ്റും വേണ്ട. ഞാൻ ഉദ്ദേശിക്കുന്ന നെറ്റ്സോ അല്ലെങ്കിൽ D9 എന്നുള്ള ഈ ബ്രാൻഡിന് അത്രയും ഒരു ലൈഫുണ്ട്. അപ്പോൾ ആ ഒരു ലൈഫിലേക്കുള്ള ഒരു ജേർണി ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് സ്ട്രഗ്ലിങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2018 പ്രളയം. ആ പ്രളയത്തിൻ്റെ തട്ട് കഴിഞ്ഞു അവിടെ നിന്ന് പിന്നെയും ഒന്ന് നിവർന്ന് നിൽക്കാറായപ്പോഴാണ് കൊറോണയുടെ തട്ട്. പക്ഷെ അതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റി. സാമ്പത്തികം അല്ലെങ്കിൽ പോലും ഒരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. മോനും ഇപ്പോൾ കൂടെയുണ്ട്, വൈഫും കൂടെയുണ്ട്. പിന്നെ നമ്മുടെ ടീം എന്ന് പറയുന്നതും അത്യാവശ്യം ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്നൊക്കെ പറയുന്നത് നമ്മുടെയുമായിട്ട് കൂടെ ജീവിച്ച് വളർന്നവരാണ്. കാരണം ഞങ്ങൾ തൊടുപുഴക്കാർ തന്നെയാണ്. 2021 നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ മെഷീനറികളെല്ലാം ആഡായി തുടങ്ങിയത്. അപ്പം ഓരോ സ്റ്റെപ്പായിട്ട് മെഷീനറികൾ ആഡാക്കുമായിരുന്നു. ആഡാക്കുന്ന സമയത്ത് നമുക്ക് ബാങ്ക് സപ്പോർട്ടുണ്ട്, നല്ലതുപോലെ ബാങ്ക് സപ്പോർട്ടുണ്ട്. ആ ബാങ്ക് സപ്പോർട്ടിലാണ് നമ്മൾ മെഷീനറിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഓരോ മെഷീനറിയും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് ഞങ്ങൾ നോക്കി തന്നെയാണ് പോകുന്നത്. ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന മെഷീനറി കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തോട്ട്. ആദ്യം മെഷീനറി ഇല്ലാതെ നമ്മൾ ഓയിലായിരുന്നു തൊടുപുഴയിലുണ്ടായിരുന്നപ്പോൾ വറുത്തത്. അതിന് വലിയ മെഷീനറിയും കോസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോഴാണ് ഈ ഓയിലില്ലാതെ ചെയ്യാന്നുള്ളത്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 3 കോടി രൂപയുടെ മെഷീനറി തന്നെ ഇതിനകത്തിരിപ്പുണ്ട്. ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു 2 കോടി രൂപയാണ്. ബാക്കി സപ്പോർട്ടിങ്ങോടുകൂടി ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും എല്ലാമായിട്ട് കുറേ, കാരണം ഈ 2 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് നല്ലതൊരു ലോസ് വന്നു. ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നു. ആ സമയത്ത് എനിക്കൊരു മെൻറ്ററായിട്ടുണ്ടായിരുന്ന ഒരു ഡോക്ടർ രഞ്ജിത്ത് രാജ് എന്ന് പറഞ്ഞൊരു പാഡിൽ കൺസൾട്ടൻസിയുടെ അദ്ദേഹമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് വേറെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. അവർക്കൊക്കെ കൃത്യമായൊരു പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റി. ഇപ്പം ഓരോ സ്റ്റെപ്പായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഒഴിവാക്കി ഇന്ന്
ഇപ്പം നമ്മൾ അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നുണ്ട്. കാരണം ഇന്ന് നമുക്ക് റിലയൻസ് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് അപ്രൂവൽ ആയിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് അവരെല്ലാവരും ബോംബെയിലും എല്ലാം ലാബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ അപ്രൂവൽ വന്നേക്കുന്നത്. അപ്പോൾ അതിന് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴും നമ്മൾ ഫ്രണ്ട്സിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ആ ബിസിനസ് പറഞ്ഞിട്ട് തന്നെ, ഈ ബിസിനസ്സിലേക്ക് ഇത്രയും ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ, ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ലോസ് വന്നപ്പോൾ നിർത്താതെ എന്ന് പറഞ്ഞാൽ, ഉള്ളൊരു സത്യം പറഞ്ഞാൽ ജീവിക്കാൻ മറ്റു മാർഗ്ഗമില്ല. ഇതിൽ കടിച്ചു തൂങ്ങി നിന്നേ പറ്റൂ. ഇട്ടിട്ട് പോകാൻ മാർഗ്ഗമില്ല. കയ്യിലുള്ളതെല്ലാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും പറയും ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പ്ലാൻ എ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു പ്ലാൻ ഇല്ല. അപ്പോൾ ഇതുകൊണ്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ വേരിൽ, ആ കച്ചിത്തുരുമ്പിൽ പിടിച്ച് കെട്ടിക്കിടന്ന് അതുകൊണ്ടാണ് നമുക്ക് ഇവിടം വരെ എത്തിക്കാൻ പറ്റിയത്. ഇപ്പോൾ ലുലു ആണെങ്കിലും റിലയൻസ് ആണെങ്കിലും ഞങ്ങളുടെ മേജർ ക്ലയൻറ്റുകളായിട്ടുള്ള എല്ലാവരെയും ക്ലോസ് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് ഈ എറണാകുളം എന്നുള്ള ഒരു ഹബ്ബിൽ. കാരണം അവർ നോക്കുമ്പോൾ എറണാകുളത്താണ് ഓഫീസ്. അങ്ങനെയുള്ളൊരു സെറ്റപ്പിലേക്ക് നമുക്ക് ആ ഒരു അപ്രോച്ച് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. ഫസ്റ്റ് അപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, റോ മെറ്റീരിയൽ വന്നു. ആ റോ മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോ മെറ്റീരിയലിൽ പൊടിയും പൊട്ടുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുന്നത്. അത് കഴിഞ്ഞ് നേരെ ഈ പ്രൊഡക്റ്റ് ഒരു മെഷീനിലേക്ക് കയറ്റി വെച്ചിട്ട് മോയ്സ്ചർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. വൈറ്റ് കാഷ്യൂവിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ സ്റ്റീം ചെയ്തിട്ടാണ് ആ തോണ്ട് പൊട്ടിച്ചളയുന്നത്. അപ്പം സ്റ്റീമിങ്ങിൽ കൂടി തന്നെ ഇതിനകത്ത് ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം കയറുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ അംശം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. നമ്മളുടെ പ്രോസസ്സിൽ ഒരു തുള്ളി പോലും വെള്ളം പാടില്ല. 0 മോയ്സ്ചർ കണ്ടൻ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അതിൽ നിന്ന് ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മോയ്സ്ചർ നോക്കും. ചിലത് 5 ആയിരിക്കും, ചിലത് 7 ഉണ്ടാവും, ചിലത് 3 ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ഇതിനകത്ത് ടൈം സെറ്റ് ചെയ്യുന്നത്. ആ ടൈം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് 0 മോയ്സ്ചർ ആയിക്കോളും. അത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് ഫ്ലേവർ നമ്മൾ കോട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്ലേവർ കോട്ട് ചെയ്തെടുത്തിട്ട് മറ്റൊരു മെഷീനിലേക്ക്, മറ്റൊരു ഓവനിലേക്ക് കയറ്റി വെച്ചിട്ട് ഇത് റോസ്റ്റിങ്ങിലേക്ക് കയറ്റി വിടണം. റോസ്റ്റിങ്ങിൽ കയറ്റി വിട്ടാൽ അപ്പോഴാണ് ഇതിനകത്ത് ഈ ഓയിൽ നേരെ കോട്ടായിട്ട്, അപ്പോൾ ഈ ഓയിലും ഈ ഫ്ലേവറും കൂടി കൂടുമ്പം ഇതൊരു മെൽറ്റായിട്ട് അങ്ങ് കയറി പിടിക്കുകയാണ്. ഈ ഫ്ലേവർ ഒരിക്കലും ഈ പ്രൊഡക്റ്റിൽ നിന്ന് ചാടിപ്പോവില്ല. കാരണം മറ്റുള്ള സാധനങ്ങൾ, നിങ്ങൾ ഇപ്പോൾ മിക്സർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി, മിക്സർ ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ, കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് മുളക് പൊടി കയ്യിൽ പറ്റിയിട്ടുണ്ടാവും. നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾ കയ്യിലിട്ട് എത്ര തിരുമിയാൽ പോലും അതിനകത്ത് ആ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകില്ല. നമ്മുടെ നാച്ചുറൽ ക്ലൈമറ്റിന് ഒരു മോയ്സ്ചർ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വേർക്കുന്നത്. അതുകൊണ്ട് അത് എയർ കണ്ടീഷൻ ഫെസിലിറ്റിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അത് ശരിക്കും ഹീറ്റായി നിൽക്കുന്നതാണ്. അത് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പാക്കിങ്ങിലേക്ക് പോവാണ്. അവിടെ പാക്കിങ്ങിൽ പോകുമ്പോൾ പോലും ഈ പാക്കറ്റിൽ നൈട്രജൻ ഫ്ലഷ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്യുന്നത്. കാരണം ഇത് നമുക്ക് 1 വർഷം 1.5 വർഷം ഷെൽഫ് ലൈഫ് കൊടുക്കാവുന്ന പ്രൊഡക്റ്റാണ്. ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ 9 മാസം ഷെൽഫ് ലൈഫ് എഴുതുന്നുള്ളൂ. അതേസമയം US പോകുമ്പോൾ 1.5 വർഷം ഷെൽഫ് ലൈഫ് കൊടുക്കുന്നുണ്ട്. അതായത് കാഷ്യൂ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് പെറ്റ്സ് ഉണ്ടാകുന്നൊരു സാധനമാണ്. കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകേണ്ടതാണ്. അതിന് ഓക്സിജൻ ഇല്ലെങ്കിൽ വളരാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ പാക്കറ്റിൽ ഓക്സിജൻ ഇല്ല, നൈട്രജനാണ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് നിലനിൽക്കാൻ പറ്റില്ല. ഭാവി പരിപാടി ഇപ്പം നമുക്ക് GCC അത്യാവശ്യം ഒരു കമ്പനിയുമായിട്ട് ഞങ്ങൾ ടൈപ്പ് ആയിട്ടുണ്ട്. ദുബായ്, മസ്കറ്റ്, ഒമാൻ, കുവൈറ്റ്, ഖത്തർ 5 രാജ്യങ്ങൾക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിലാണുള്ളത്. അടുത്തത് ഇൻ്റർ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പനിയുമായിട്ട് സംസാരിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ കംപ്ലീറ്റ് അവർ ചെയ്തോളാം, മാർക്കറ്റ് ചെയ്തോളാം. കേരളം ഒഴിവാക്കി ഇന്ത്യ കംപ്ലീറ്റ് അവർ മാർക്കറ്റ് ചെയ്തോളാം എന്നുള്ളത്. ഈ മാർച്ചോട് കൂടി തന്നെ ചിലപ്പോൾ മിക്കവാറും ഈ പ്ലേസ് പറ്റാതെ വരും. നമ്മളിപ്പോൾ ഒരു ഓൺ കമ്പനിയിലേക്ക് മാറുന്നുണ്ട്. ഓൺ പ്ലേസ് എടുത്ത് കമ്പനി കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഉദ്ദേശമുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് റേഞ്ച് കൂട്ടണം. കാരണം ഇതിപ്പോൾ കാഷ്യൂവിൽ മാത്രമാണ് നിൽക്കുന്നത്. നമുക്ക് ഇനിയും ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകളും നമ്മളുടെ മനസ്സിൻ്റെ അകത്തുണ്ട്. ഈ കാഷ്യൂവിൻ്റെ കോട്ടിട്ട്, ചോക്ലേറ്റ് കോട്ടിട്ട്, അതുപോലെ ഇതെല്ലാം മാർക്കറ്റിലുള്ളതാണെങ്കിലും അതിനകത്ത് നമുക്ക് നമ്മളുടേതായ എന്തെങ്കിലും USPs കൊണ്ടുവരാൻ പറ്റുന്ന, കാരണം അതിന് പറ്റുന്ന ഒരു R&D ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വലിയ കാര്യമായിട്ട് കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഭാവി പരിപാടി.
ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാണ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാണ്. കാരണം 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒത്തിരി കാരണം വാപ്പാക്ക് ഒരു പച്ചക്കറി കടയായിരുന്നു. ആ പച്ചക്കറി കടയിൽ ഞാൻ ശരിക്കും പറഞ്ഞ 8ാം ക്ലാസ് മുതലേ ആ കടയിൽ പോയി ബിസിനസ് ചെയ്യണമായിരുന്നു. അങ്ങനെയാണ് കുടുംബം ജീവിക്കുള്ളായിരുന്നു. കാരണം ഞങ്ങൾ 4 കുട്ടികളാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ ഒരു കാലം അതാണ്. ഇന്ന് എനിക്ക് 46 വയസ്സുണ്ട്. അപ്പോൾ അത്രയും മുമ്പിലേക്കുള്ളതാണല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സ്ട്രഗിളിംഗ് എന്ന് പറയാൻ പറ്റില്ല, അന്നത്തെ കാലം അതാണ്. അപ്പം വാപ്പയുടെ കൂടെ ഈ പച്ചക്കറി കച്ചവടവും ഒക്കെ ആയിട്ട് നടന്നു തന്നെയാണ് ഞാൻ SLC പാസ്സായത്. SLC പാസ്സായി കഴിഞ്ഞിട്ട് പോലും പിന്നീട് ഒരു ഹയർ സ്റ്റഡിയിലേക്ക് പോകാനുള്ളൊരു സാഹചര്യങ്ങളല്ലായിരുന്നു വീട്ടിൽ. അപ്പം അതിന് ഓരോ കടകളും ഒരു ബിസിനസ്സായിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിൽ പോയി 5 വർഷം ഗൾഫിൽ വന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു. 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ഇപ്പോൾ 3 കുട്ടികൾ. മൂത്തയാൾ BBAക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ 2 പെൺകുട്ടികൾ, ഒരാൾ 8th ഒരാൾ 1st സ്റ്റാൻഡേർഡിലും. വൈഫ് ഹൗസ് വൈഫാണ്. വാപ്പായും ഉമ്മയും മരണപ്പെട്ടു. അവർ ഉണ്ടായിരുന്നു ഇതുവരെ. 2018 വാപ്പ മരണപ്പെട്ടു, 2020 ഉമ്മയും മരണപ്പെട്ടു. അന്നൊന്നും അതിന് അത്രയും സ്വപ്നം കാണാൻ പോലും ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ബിസിനസ്സിലേക്ക് വന്നപ്പോഴാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇതിലേക്ക് എത്താൻ പറ്റിയത്. ആ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കുറേ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തു, അവർക്ക് പ്രോഫിറ്റ് കിട്ടിയെങ്കിലും നമ്മളെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാൾ പറഞ്ഞല്ലോ. കാരണം നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ബിസിനസ് ഇവിടം വരെ എത്തിക്കാൻ പറ്റും. 8ാം ക്ലാസ് മുതൽ ഞാൻ ഈ 4 വീലം വണ്ടിയിൽ പച്ചക്കറി കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം അഹങ്കാരം അല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റിയല്ലോ. അത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ. കാരണം അത് നമ്മളുടെ കുട്ടികൾക്കാണെങ്കിലും ഇതിനെ ഹാൻഡ് ഓവർ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ബിസിനസ്സിനെ കൊണ്ടുവന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു 52 പേരുണ്ട് കൂടെ. ആ 52 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റി. കാരണം നമ്മളൊരു തൊഴിലിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് 52 പേർക്കൊരു തൊഴിൽ കൊടുക്കാൻ പറ്റി. ഞാൻ 2022 എൻ്റെ ഒരു വിഷൻ ബോർഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, 2024 സ്വന്തമായിട്ടൊരു കമ്പനി സാധാരണ ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കണമെന്ന്. ദൈവം അത് അനുഗ്രഹിക്കുന്നു തന്നെ വിചാരിക്കുന്നു. ഉന്തുവണ്ടിയിൽ നിന്നും തുടങ്ങിയതാണ്. അപ്പം അന്ന് മുതൽ ഇപ്പം ദൈവം തിരിഞ്ഞു നോക്കുമ്പം നമുക്ക് വണ്ടികൾ തന്നെ 4-5 എണ്ണം ഉണ്ട്. 4-5 എണ്ണം എന്ന് പറഞ്ഞാൽ ഭാരത് ബെൻസ് ലോറിയുണ്ട്. കമ്പനിയുടെ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഭാരത് ബെൻസ് ലോറിയുണ്ട്. 2 പിക്കപ്പ് ഉണ്ട്, 2 ദോസ്തുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ടൊയോട്ടയുടെ വണ്ടിയുണ്ട്. പിന്നെ ഹോണ്ടയുടെ കാറുണ്ട് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ പ്രോപ്പർട്ടി 2 വീടുണ്ട്. തൊടുപുഴയിലാണ് 2 വീടും. ഇവിടെ ഇപ്പോൾ ഒരു ഫ്ലാറ്റുണ്ട്. അങ്ങനെയാണ്.